ഏശയ്യാ പ്രവാചകൻ ദൈവത്തെ ഇസ്രായേലിൻ്റെ പരമപരിശുദ്ധനായിട്ട് അവതരിപ്പിക്കുന്നു. ഏശയ്യായുടെ വിളി നാം കാണും. 6-ാം അധ്യായത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ അവൻ കാണുന്നു. മാലാകമാർ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ഉദ്ഘോഷിക്കുന്നു. ഏശയ്യാ പറയുന്നു, ഞാൻ അശുദ്ധനും അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനുമാണ്. ഏശയ്യായെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് പരമപരിശുദ്ധനാണ്. പരിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അസ്തിത്വമാണ്. അത് അവനെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തനാക്കുന്ന അവൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് മറ്റുള്ളതെല്ലാം അശുദ്ധമായിരിക്കുന്നിടത്ത് ദൈവം മാത്രം പരിശുദ്ധനായിട്ട് നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ അന്ത്യദിനങ്ങളിൽ കർത്താവിൻ്റെ അഭിഷിക്തൻ സിയോൻ പർവ്വതത്തിൽ ഉയർന്നു നിൽക്കുകയും അവിടെ നിന്ന് ലോകത്തെ മുഴുവൻ ഭരിക്കുകയും മറ്റെല്ലാ രാജ്യങ്ങളും ആ പർവ്വതത്തിലേക്ക് അവൻ്റെ ഭരണത്തിലേക്ക് ആവാഹിക്കപ്പെടുകയും ചെയ്യുന്നു. ആഹാസിന് അടയാളം കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു, കന്യക യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അതാണ് നിനക്കുള്ള അടയാളം. 11-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അത് ജെസ്സയുടെ മുള പൊട്ടി വരുന്ന അഭിഷിക്തനായിട്ട് മാറുന്നു. അവനിൽ ആത്മാവ് കുടികൊള്ളുന്നു. അവൻ ലോകത്തെ മുഴുവൻ ഭരിക്കും. ഈ ഭരിക്കുന്ന കർത്താവിനെ, ഈ ഭരിക്കുന്ന മിശിഹായെ, അഭിഷിക്തനെ പിന്നീട് 2-ാം മേശയെ അവതരിപ്പിക്കുക സഹനദാസനായിട്ടാണ്. ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുക്കുന്ന സഹനദാസൻ. അവൻ്റെ പ്രത്യേകത വിക്കാരിയസ് സഫറിംഗ് ആണ്. മറ്റുള്ളവർക്ക് രക്ഷ നൽകാനായിട്ട് തൻ്റെ സഹനം ഉപയോഗിക്കുന്നു. ഇതാണ് ക്രിസ്തുവിൽ പൂർത്തിയാകുക. കുരിശുമരണത്തിലൂടെ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് രക്ഷാദായകമാക്കുന്നവൻ. നമ്മൾ ഏശയ്യായെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ നോമ്പുകാലത്ത് നമ്മളോട് ആഹ്വാനം ചെയ്യുക, പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വിശുദ്ധിയോടെ കടന്നു ചെല്ലുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ രക്ഷാദായകമാക്കി മാറ്റുവാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.